സ്റ്റോറി 2 ടീസർ പിൻവലിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ പുറത്തിറങ്ങിയത് സുഹൃത്തുക്കളെ, സംഗതിയിൽ വാർത്ത അവിടെ കിടക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടീസർ നിർത്തിവെക്കണം. ഈ ഒരു ടീസർ നിർത്തിവെക്കാൻ മാത്രമല്ല, ആ സിനിമ കോടതി കാണാമെന്നുള്ള ഒരു സംഗതി കൂടി ഇതിനൊപ്പം വന്നിട്ടുണ്ട്. ഇതിനൊപ്പം നമ്മൾ മലയാളികളാണ് അഭിമാനിക്കേണ്ടത്. പക്ഷേ ഇതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് കേസ് കൊടുത്തത്? കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ആ ഒരു സിനിമ നിരോധിക്കണമെന്നും അല്ലെങ്കിൽ അതിന്റെ ടീസർ പിൻവലിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു പരാതി കൊടുത്തത് ആരാണോ? ഞാനാണോ? അതോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ പരാതി കൊടുത്ത ആളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാധ്യമത്തിനും കാണാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നമ്മുടെ മാധ്യമങ്ങൾ അത് കൊടുക്കില്ല സുഹൃത്തുക്കളെ. കാരണം നമ്മൾ മലയാളികളായി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ അത്തരം ഒരു വാർത്ത കൊടുക്കും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു ചെറുപ്പക്കാരനെ, ആ ഒരു കേസ് കൊടുത്ത ആ ഒരു മനുഷ്യനെ നിങ്ങൾ കാണണം. ഇപ്പോഴിതാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ മുമ്പിൽ നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ കാണാം. ഫ്രെഡി ഫ്രാൻസിസ് എന്നാണ് ആ ഒരു ചെറുപ്പക്കാരന്റെ പേര്. സംഘികൾക്കെതിരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ വഴി പോരാടുന്ന ഒരാളാണ്. അവരെ നുണകൾ മുഴുവൻ തച്ച് വെളുപ്പിച്ച് ഏകദേശം നമ്മുടെ മുമ്പിലേക്ക് അങ്ങോട്ട് തുറന്ന് കാണിച്ചു തരുന്ന ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇവിടെ നമ്മൾ സപ്പോർട്ട് നൽകേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഫ്രെഡി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. ആ വഴിക്ക് പോകുന്ന വഴിക്ക് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നൊരു ഭാഗമായിട്ട് ഒരുപാട് 4 ഭാഗത്ത് നിന്നൊക്കെ അത്യാവശ്യമൊക്കെയുള്ള തെറിവുകളും ഭീഷണികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. കാരണം സത്യസമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചില ആളുകൾക്ക് അത് തീരെ ഇഷ്ടമാവില്ല. ഈ ആരാണ് ഈ ആളുകൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു ടാഗ് ലൈനും പറയാം. പശുവിന്റെ മൂത്രം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, പശുവിന്റെ ചാണകത്തിൽ ഓക്സിജൻ ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്ന ആളുകള്, ഇപ്പോഴും 2000 നോട്ടില് ചിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോഴും വിശ്വസിച്ചു പോകുന്ന അതീവ നിഷ്കളങ്കരായിട്ടുള്ള ആ ഒരു ജനവിഭാഗമല്ലേ, ആ ഒരു ജനവിഭാഗത്തിൽ നിന്നാണ് നമുക്ക് ഭീഷണികൾ കിട്ടുന്നത്. ഇവന്മാരുടെ നമുക്ക് സംസാരിച്ച് നിൽക്കാൻ കഴിയില്ല എന്നോണ്ടല്ല, നമുക്ക് സംസാരിച്ച് നിൽക്കാൻ കഴിയും. പക്ഷേ അവന്മാർ സംസാരിക്കില്ല. നമ്മൾ പറയുന്ന വാക്കിന് അവരവരുടെ ആയുധമാണ് ഉയർത്തുക. കാരണം നിശബ്ദരാക്കപ്പെടുക എന്നുള്ള, അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെടുത്തുക എന്നുള്ള, ആരെങ്കിലൊക്കെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു ഇവരൊക്കെ ആഗ്രഹങ്ങളുള്ളത്. എന്തായാലും ഫ്രെഡി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് ഇതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അവനും അവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് വക്കീലന്മാരെല്ലാരും കൂടിയിട്ട് കൃത്യമായിട്ടും ഈ സിനിമയ്ക്കെതിരെ നിന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിനിമ വന്നിറങ്ങിയ സമയത്ത് കേരളത്തില് നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ മതി, എന്താ ഈ ഒരു സിനിമ കണ്ടാൽ എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു പോകുന്ന ആരെങ്കിലും നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ട് എങ്കിൽ അവർ മുഴുവൻ നല്ല പരിപൂർണ സംഖ്യപ്പട്ടം ചാർത്തപ്പെടേണ്ട ആളുകളാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്തരം ആളുകളൊക്കെ നമ്മുടെ ജീവിത ബന്ധാവില്, ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും ഒന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിതം വളരെ സുന്ദരമായിരിക്കും എന്ന് കൂടിയാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇതാ ഈ കഴിഞ്ഞ ദിവസങ്ങള് ഇതിന്റെ സംവിധായകനും ഇതിന്റെ ഒപ്പം തന്നെയുള്ള നിർമ്മാതാവ് അടക്കമുള്ള ആളുകളെ മുമ്പിലേക്ക് എത്തുകയും അവരോട് നമ്മുടെ നാട്ടിലത്തെ ആളുകള്, മലയാളികള് കൃത്യമായി ചോദ്യം ചോദിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കാർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. അവരെല്ലാം ബബ്ബ അടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. നമ്മളത് മനസ്സിലാക്കിയ ഒന്നാണ്. ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് ചോദിക്കുന്നത്, കേരളത്തിൽ നിന്ന് ഒരു കേസ് പോലും നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു പറയാനില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ കേരള സ്റ്റോറി എന്ന് വെച്ചത്? ഇതാണ് നമ്മളും ചോദിക്കുന്നത്. ഇവരെന്തിനാണ് കേരള സ്റ്റോറി? അവർ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ട് നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതില് പെട്ട ആളുകളാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ അവർ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ടായിരുന്നു. ആ നിരത്തിയ ഒരു ആള് പോലും മലയാളികൾ ആരുമില്ല എന്നുള്ളതാണ്. എന്നിട്ടും നമ്മുടെ കേരളത്തെ അപമാനിക്കുക, കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ചില നുണപ്രചാര വേലകൾ നടത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം വരുന്ന ഒരു വാർത്തയാണ് അത് അങ്ങോട്ട് പരക്കുക. അതിന് പുറകില് അതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയുണ്ടല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും പരക്കില്ല. പക്ഷേ എനിക്കുള്ള ചില സന്തോഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയ്ക്കെതിരെ നമ്മൾ മലയാളികൾ മാത്രമല്ല എതിർത്തിട്ടുള്ളത്, കുറച്ച് വിവരമുള്ള നമ്മുടെ ഉത്തരേന്ത്യക്കാർ കൂടി ഇതിനെ ശക്തമായിട്ട് എതിർത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഉത്തരേന്ത്യക്കാരെ നമുക്ക് പരിപൂർണമായിട്ട് അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. സംഖ്യകളുണ്ട്, സംഖ്യകളല്ലാത്ത അത്യാവശ്യം നല്ല വിവരമുള്ള ആളുകളുണ്ട്. ഇത് നോക്കി ഈ കേരള സ്റ്റോറിക്കെതിരെ ഒരു ഹിന്ദിക്കാരൻ ചെയ്ത ഒരു ഗംഭീര വീഡിയോ ആണ്. ഷോബദ് അൻസാരി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒന്ന് കണ്ടോക്കൂ. मैंने केरला स्टोरी बनाया, केरला स्टोरी 2 बनाया, हाफ तो मिलाओ। भाई ये तो मुसलमान है, तू तो हाथ मिला। എങ്ങനെയുണ്ട്? കേരള സ്റ്റോറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളേക്ക് കൈ തരൂ എന്ന് പറയുമ്പോ അവര് എതിർക്കുന്ന രീതികളാണ് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. എത്ര രസകരമായിട്ടാണ് അത് ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് സംവിധായകനെയും അതിന് നിർമ്മാതാവിനെയും അസല് സംഘിപ്പട്ടം കിട്ടിയ ആളുകളാണ്. ഈ പഹയനൊക്കെയാണ് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡൊക്കെ കൊടുത്തത് എന്നതിന്റെ പേരിൽ ആ ഒരു അവാർഡിന്റെ പേരിൽ നമ്മളൊക്കെ ലജ്ജിക്കേണ്ടി വരും. കാരണം അതൊക്കെ അസല് സംഖ്യ പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് 100% ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. അത് അവാർഡ് വാങ്ങിച്ച അവനറിയാം. നാണവും മാനവും ഒരു അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇവന് ഈ അവാർഡൊന്നും വാങ്ങിക്കില്ലായിരുന്നു. പക്ഷെ അവരത് വാങ്ങിച്ചു. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ മലയാളികളായിട്ടുള്ള പത്രപ്രവർത്തകരെ ചോദ്യം ചോദിച്ച് മെനക്കെടുത്തുന്നത് നിങ്ങൾ കാണണം. എവിടെ? But there is no victim from Kerala. सर केरला का विजिटर था। Why you insulting Kerala? No victim from Kerala. Why you insulting Kerala? Sir, क्वेश्चंस। एक सेकंड रुक जाइए भाई साहब, एक सेकंड। what is the Vipul ji? കണ്ടില്ലേ? Vipul ji. നിങ്ങൾ എന്തിനാണ് കേരളത്തെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ആ മോയന്തിന് ഒരു ഉത്തരം പറയില്ല. നടക്കാണ്, ബബ്ബടിച്ച് നടക്കണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്തിനാണ് നമ്മുടെ കേരളത്തെ ഇനി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നുള്ള അടുത്തായിട്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. വളരെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം, അടുത്തതായിട്ട് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇവന്മാരുടെ ധാരണയില്, ഈ സംവിധായകന്റെയും നിർമ്മാതാവിനൊക്കെ ധാരണയില് ഇങ്ങനെ എന്തെങ്കിലും നുണകളൊക്കെ വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള മലയാളികളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവന്മാരത് വിശ്വസിക്കുകയും ഇത് പിന്നീട് ഒരു വോട്ട് ഭാഗമായിട്ട് മാറുകയും എന്നാണ് ഈ ഒരു വിവരം കേട്ട ഈ 2 സംഖ്യ പട്ടിത്തീട്ടങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ അവർ ആ വിചാരങ്ങളൊക്കെ തോറ്റുപോയി എന്നുള്ളതാണ്. കാരണം നമ്മൾ മലയാളികൾ അത് തിരിച്ചറിയുകയും അതിനെതിരെ AI ഉപയോഗിച്ചിട്ട് വീഡിയോസുകൾ നിർമ്മിക്കുകയും ഇതിന് ടീസറിനെതിരെ മലയാളിയായിട്ടുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന, ഫ്രെഡി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ കേസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ടീസർ പിൻവലിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അഭിമാനിക്കേണ്ട നിമിഷമാണ്. ഫ്രെഡി ഫ്രാൻസിസിനെ പോലുള്ള ആളുകളെ പറ്റിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റു എന്താ പറയുക മീഡിയാസുകളൊന്നും സംസാരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണം, ഒപ്പം തന്നെ ഒരു ഗംഭീരമായ സപ്പോർട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കണമെന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ബൈ.